നമസ്കാരം. എസ് ബി അരുളലാണ്. ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് വി.ഡി. സതീശൻ പറവൂരിൽ തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് തൻ്റെ സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ നിന്ന് നിറകണ്ണുകളോടെ പൊട്ടിക്കരയുന്ന രംഗം. ഇന്നലെ കുറച്ചു പേർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. ആ രംഗം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിന്ന് നമ്മളെ കണകുണയാണല്ലോ ഇപ്പോൾ ഇവരുടെ എല്ലാത്തരം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവരുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ആ പദ്ധതി പ്രകാരമാണ് പറവൂരിൽ എന്ത് ചെയ്യണം, സ്വന്തം വോട്ടർമാർക്ക് മുന്നിൽ വോട്ടുറപ്പിക്കാൻ കണ്ണീരണിഞ്ഞ് ആ ജനങ്ങളോട് ഞാൻ നന്ദിയുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ആ തന്ത്രം ഇറക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തോന്നാം, എത്ര മൃദുലനായിട്ടുള്ളൊരു വ്യക്തിയാണ്, മാധ്യമങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിനപ്പുറം അയാൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സോഫ്റ്റായി പോകുന്നുണ്ടെങ്കിൽ എത്ര ഒരു ഒരു ഞാൻ പറഞ്ഞു നൈർമല്യ ഹൃദയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള മനുഷ്യനാണെന്ന് തോന്നിപ്പോകും. അപ്പോൾ കാണാത്തവർ ആ ആചാരം ഒന്ന് കണ്ടതിന് ശേഷം കോൺഗ്രസിൽ ഇങ്ങനെ ആചാരങ്ങൾ എല്ലാ വർഷവും നടക്കാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ അറിയണം. അപ്പോൾ ആദ്യം സതീശന്റെ പൊട്ടിക്കരച്ചിൽ കാണൂ സുഹൃത്തുക്കളെ, പൊട്ടിക്കരച്ചിൽ. പുതുയുഗയാത്രയുടെ വടക്കൻ പറവൂരിലെ സ്വീകരണ വേദിയിൽ വിതുമ്പി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പറവൂരിന്റെ സ്നേഹവാത്സ്യങ്ങളുടെ തണലിലാണ് താൻ വളർന്നതെന്ന് സതീശൻ പറഞ്ഞു. ആ പ്രസംഗത്തിലേക്ക്. എനിക്ക് എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഹാൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. ഞാൻ ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. എനിക്ക് അവസാനം ഇവിടെ എത്തണം. നിങ്ങളുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ തണലിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ. കണ്ടല്ലോ നിങ്ങൾ ആ വാചകം കേട്ടപ്പോൾ എൻ്റെ വാചകമായിട്ട് അങ്ങോട്ട് സിങ്ക് ചെയ്യില്ല. ഇത് എനിക്ക് അയാളോട് എന്തോ അസൂയ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ എന്ന വ്യക്തിയുടെ ജനപിന്തുണ കണ്ടിട്ട് എനിക്ക് അസൂയ മൂത്തൊരു കമ്മിയായിട്ടുള്ള ഇവൻ അയാളെ ഇകഴ്ത്തി പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയാം, തോന്നിയിട്ടുണ്ട്. അവിടെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മികൾ 2021 ഇങ്ങനൊരു ആചാരം അരങ്ങേറിയിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും കോൺഗ്രസ്സുകാർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് നമ്മളത് കാണിച്ചിരുന്നത്. 2021 ഈ ആചാരം എവിടെയാണ് അരങ്ങേറിയെന്നറിയോ? അങ്ങ് ഹരിപ്പാട് ഇപ്പോഴത്തെ നമ്മുടെ ഉസ്മാൻജി ഉണ്ടല്ലോ, അന്ന് അദ്ദേഹമാണ് യാത്ര നയിച്ചിരുന്നത്. യാത്ര നയിക്കുന്നവർ ഉറപ്പായിട്ട് അവരുടെ മണ്ഡലത്തിൽ എത്തുമ്പം കരഞ്ഞിരിക്കണമെന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം അടവ് നയമാണ്, അല്ലെങ്കിൽ അടവ് തന്ത്രമാണ്. കള്ളമാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിലും നിങ്ങളെ നമ്മളത് ബോധ്യപ്പെടുത്തും. നോക്കിയേ, 2021 ഹരിപ്പാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വിങ്ങിപ്പൊട്ടി ചെന്നിത്തല. ഹരിപ്പാട്ടുകാർ തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. ഹരിപ്പാട് അമ്മയെ പോലെയാണെന്നും ചെന്നിത്തല പറഞ്ഞു. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉയർച്ചകളിലും താഴ്ചകളിലും ഹരിപ്പാട്ടെ ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് ഇതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം മറ്റെന്താണ്? ആ സ്നേഹം, ആ വാത്സല്യം, ആ ഒരു ശക്തി ഹരിപ്പാട്ടെ ജനങ്ങൾ രമേശ് ചെന്നിത്തല എന്ന് എനിക്കെന്നും നൽകിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഇത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് കാണിക്കാൻ പോകണം. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറെ കൂടെ കൺവേ ആകുന്നത്. അതായത് ഇത് രണ്ടും ഒരേ സ്ക്രിപ്റ്റിൽ നിന്ന് വന്ന സാധനമാണോ, അല്ലെങ്കിൽ ഇത് ഒരേ അച്ചിൽ നിന്ന് വാർത്തെടുക്കുന്ന സംഭവമാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ഒരിക്കൽ കൂടി അത് രണ്ടും ഒരുമിച്ചൊന്ന് കണ്ടേ. രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉയർച്ചകളിലും താഴ്ചകളിലും ഹരിപ്പാട്ടെ ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്
ഇതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം മറ്റെന്താണ്? ആ സ്നേഹം, ആ വാത്സല്യം, ആ ഒരു ശക്തി ഹരിപ്പാട്ടെ ജനങ്ങൾ രമേശ് ചെന്നിത്തല എന്ന് എനിക്കെന്നും നൽകിയിട്ടുണ്ട്. എനിക്ക് എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഹാൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. ഞാൻ ഒന്നുമല്ലാതെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. എനിക്ക് അവസാനം ഇവിടെ എത്തണം. നിങ്ങളുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ തണലിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ. ഇനി കൂടുതൽ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇത് എല്ലാ തവണയും വോട്ടർമാരെ കുപ്പിയിലിറക്കണ്ടേ? ഞാൻ നിങ്ങളുടെ മുന്നിൽ വിനീതദാസനാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്നിടത്ത് ഇനി ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. എങ്ങനെ? ഇതേ പറവൂരുകാരടുത്ത് സതീശൻ ചെയ്തിരിക്കുന്ന കൊള്ളയും വഞ്ചനയും ഈവൻ തെറിവിളി വരെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് വീണ്ടും എൻ്റെ കാര്യം കാണണം. എൻ്റെ കാര്യം കാണാൻ നേരത്തെ എന്ത് ചെയ്യണം? അതിന് ഏത് കഴുതയുടെ കാലും ഞാൻ പിടിക്കും. ആ കഴുതക്കാല് പിടിക്കുന്നതിൻ്റെ തന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ തുറന്നു കാട്ടുന്നത് ഒരു മനുഷ്യനും, രാഷ്ട്രീയത്തിലല്ല ഏത് മേഖലയിലായിക്കോട്ടെ, വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളായിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത്. ക്യാമറകൾക്ക് മുന്നിൽ ഒരാളും ക്യാമറകൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അടിമുടി ഉടായ്പും അടിമുടി തൻ്റെടിയും അഹങ്കാരിയും ധിക്കാരിയുമായിട്ടുള്ള ഒരു വ്യക്തി, അതിനുപരി ഒരു മാടമ്പിയായിട്ടുള്ള വ്യക്തി, അവരൊക്കെ ഇങ്ങനെ ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി PR ക്യാമറകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്യാമറ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ മുന്നിൽ മോങ്ങാൻ തയ്യാറായാൽ സീരിയലിലെ നടിമാരെ പോലും വെല്ലുന്ന കഥാപാത്രങ്ങളാണ് സതീശൻ ഉൾപ്പെടെയുള്ളവരെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് ആ മോങ്ങൽ ഉണ്ടല്ലോ, എങ്ങനെ മൂക്കള പിഴിഞ്ഞുള്ള മോങ്ങൽ, അത് അടിമുടി ഉടായ്പാണ് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വച്ച് നടത്തുന്ന ആചാരമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ. ബോധ്യപ്പെട്ടല്ലോ? ഓക്കെ.